ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഹോർനെറ്റ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം, എയർ ഫിൽറ്റർ, അതുപോലെ പ്ലഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ഭാഗം നിലവിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബാക്കിലെ ഡിസ്ക് പാഡ് നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാനുണ്ട്. അത് പിന്നെ അതുപോലെ അതിന് ചെയിൻ സ്പോക്കറ്റ് ആയാലും ടൈറ്റ് ചെയ്യാനുണ്ട്. ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട് ചെയിൻ. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ എയർ ഫിൽറ്റർ നിലവിൽ വേറെ ഇപ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട്, അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അതുപോലെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 6 വോൾട്ടിൻ്റെ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.99 മാക്സിമം വോൾട്ട് ഉണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻറ്റോ അല്ല ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിൽ ഗട്ടറൊക്കെ ചാടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അതുപോലെ ഹാൻഡിലൊരു ടൈറ്റ് ഉണ്ട്. അത് ഇവിടെ വരുന്ന കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റാണ്. ഹാൻഡിലിൻ്റെ ബാരിങ് പറയും. ഈ ഭാഗത്ത് വരുന്ന കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അത് മാറ്റിയിട്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫുള്ളായിട്ട് അയച്ചിറക്കിയിട്ട് വേണം മാറ്റണമെങ്കിൽ. അപ്പോൾ അത് മാറ്റിയാലാണ് ആ ഫ്രണ്ട് വെട്ടലും അതുപോലെ ടൈറ്റും ആ ഗട്ടർ ചാടുമ്പോൾ സൗണ്ടൊക്കെ മാറുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്ക് പാഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഫ്രണ്ടിലെ ഡിസ്ക് പാഡൊക്കെ നമുക്ക് മാറ്റാറായിട്ടുണ്ടോ, മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലെ ഡിസ്ക് പാഡൊന്ന് മാറ്റിയിടണം. പിന്നെ അങ്ങനെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇത്ര മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടത് അതിൻ്റെ കോൺസെപ്റ്റും ഫ്രണ്ടിലെ ഡിസ്ക് പാഡാണ് മാറ്റേണ്ടത്. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്രയും ചെയ്തു തരാനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ.